സൺഡേ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒറ്റ കാര്യം ട്രിപ്പാണ്. എണ്ണയടിക്കാൻ കയറിയ പമ്പിൽ നിന്ന് 2 ഐസ്ക്രീമും എടുത്ത് ചെറിയ ചാറ്റൽ മഴയും ആസ്വദിച്ച് ട്രിപ്പ് തുടങ്ങി. എറണാകുളം ജില്ലയിലെ അധികമാരും എത്തിപ്പെടാത്ത ഒരിടത്തേക്കാണ് ഇന്നത്തെ യാത്ര. തികച്ചും ഗ്രാമപ്രദേശം. ആരോ വച്ചുപിടിപ്പിച്ച പോലെ വഴിയരികിൽ കനാലിന് അരികത്തായി നിൽക്കുന്ന ചെടികളും മരങ്ങളും കണ്ട് ഞങ്ങൾ മുന്നോട്ടു പോയി. മഴ പെയ്തു തീർന്ന ഇരുണ്ട ആകാശത്തിന് താഴെ തണുത്ത കാലാവസ്ഥ. ഗ്രാമപ്രദേശമായതുകൊണ്ടാകാം റോഡിൽ തിരക്ക് കുറവായിരുന്നു. നമ്മൾ പോകുന്നത് അരീക്കൽ വാട്ടർഫാൾസിലേക്കാണ്. എറണാകുളം ജില്ലയിലെ പിറവത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള വെള്ളച്ചാട്ടമാണ്. തികച്ച റബ്ബർ പ്ലാന്റേഷന് നടുവിലായാണിത് കാണപ്പെടുന്നത്. എൻട്രി ടിക്കറ്റും എടുത്ത് അകത്തേക്ക് കയറിയത് ഏകദേശം 184ഓളം പടികൾ ഇറങ്ങാനായിരുന്നു. പാറ കൊണ്ട് കെട്ടിയ പടവുകൾ ഇറങ്ങുന്നത് നേരെ വെള്ളച്ചാട്ടത്തിന് മുന്നിലേക്ക്. പടിയിറങ്ങി വരുമ്പോഴുള്ള വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയും ഉയരത്തിൽ നിന്ന് പാറയിലേക്ക് വന്നു പതിക്കുന്ന വെള്ളത്തിന്റെ ശബ്ദവും കുറച്ചു നേരം അവിടെ പിടിച്ചിരുത്തി. വഴുക്കൽ കുറവായ പാറയായതിനാൽ വെള്ളത്തിൽ ഇറങ്ങാനും കുളിക്കാനും ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. മാത്രമല്ല വെള്ളത്തിലെ മീനുകൾ ഇറങ്ങി നിൽക്കുന്നവരുടെ കാലിൽ ഇക്കിളിയാക്കി കൊടുക്കുന്നുമുണ്ട്. മുകളിൽ നിന്ന് വീഴുന്ന വെള്ളം ശാന്തമായി ചെറിയൊരു അരുവിയായി വീണ്ടും താഴേക്ക് തന്നെ ഒഴുകിപ്പോകുന്നു. താഴെയായ ഒരു പാലമുണ്ട്. വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് തിമിർക്കുന്നവർക്ക് ഫ്രഷ് ആവാൻ ശുചിമുറികളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. പാലത്തിൽ നിൽക്കുമ്പോഴുള്ള വ്യൂ ആണ് ശരിക്കും കാണേണ്ടുന്നത്. ഒഴുകി വരുന്ന വെള്ളം ഒരു ചെറിയ തോടായി അടുത്ത കൃഷിയിടങ്ങളിലേക്ക് പോകുന്നത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അധികം സഞ്ചാരികൾ ഇല്ലാത്തതിനാൽ അവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മാത്രമല്ല പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാനും പറ്റി. ഇറങ്ങിയപ്പോഴുള്ള ആവേശം തിരിച്ചു കയറാൻ നേരമില്ലായിരുന്നു. നല്ല ടയേർഡായി. കുറച്ച് റിഫ്രഷ് ആകാൻ വരുന്ന വഴിയിൽ ഒരു ഷോപ്പിൽ കയറി കയ്യിൽ കിട്ടിയതെല്ലാം പെറുക്കിയെടുത്തു. അവിടുന്ന് നേരെ പോയത് ദേ ഇവിടേക്കാണ്. കടയുടെ പേരാണ് ഹൈലൈറ്റ്. തൊപ്പിവാപ്പ ബിരിയാണി. പതിവ് പോലെ മെനു എത്തി. തമിഴ് സ്റ്റൈൽ ബിരിയാണി ഇഷ്ടമല്ലാത്തത് കൊണ്ട് അൽഫാം ഓർഡറാക്കി. ഫുഡ് എത്തുന്നത് വരെ ബോറടിക്കാതിരിക്കാൻ ടേബിളിൽ സുഡോക്കു ഉള്ള ഒരു പ്ലേറ്റ് മാറ്റ് ഉണ്ടായിരുന്നു. പെപ്പർ അൽഫാമിന്റെ കൂടെ പൊറോട്ടയും കുബൂസും പിന്നെ അതിന്റെ അൻസാരിയും. ക്രിസ്മസ് ആയത് ഇവർ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇവർക്കിപ്പോഴും ഓണമാണ് ഇവിടെ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.